ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓരോ പട്ടാളക്കാരന്മാരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ബെഡായി അടിച്ചിട്ട് ഓരോ കഥകളൊക്കെ പറയുമല്ലേ അവരുടെ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ അതുപോലെ പട്ടാളക്കാരന്മാരുടെ ഭാര്യമാർക്കും കാണും ഇങ്ങനെ കുറേ കഥകളൊക്കെ. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് അവരുടെ കൂടെയുള്ള കുറച്ച് സമയമൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടത്തുള്ളൂ ജീവിക്കാനായിട്ട്. ആ ഒരു സമയം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ജമ്മുവിലായിരുന്ന സമയത്ത് അവിടെ നല്ല ചൂടൊക്കെ വരുന്ന സമയം വാങ്ങുന്ന പാലെല്ലാം പിരിഞ്ഞു പോകും. അല്ലെങ്കിലും ഈ പാല് കൊണ്ടുവരുന്നത് കുറച്ച് പിരിഞ്ഞ് അങ്ങനെ വരുന്ന പാല് വില കുറച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ആ പാലെല്ലാം കളക്ട് ചെയ്തിട്ട് പനീർ ഉണ്ടാക്കും. ഇവിടെ ഇപ്പോൾ ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന പാലെല്ലാം പിരിഞ്ഞു പോയി. അങ്ങനെ പിരിഞ്ഞതും പിരിയാത്തതുമായ പാലെല്ലാം കൂടെ എടുത്തിട്ട് 3 ലിറ്റർ ഉണ്ടായിരുന്നു. അത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ചപ്പോഴേക്കും ബാക്കിയുള്ള പാലും കൂടെ നല്ലവണ്ണം പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. തണുത്തതിന് ശേഷം അരിച്ചാലും മതി. ഇനിയിപ്പോൾ ഞാനിത് ചൂടായിട്ട് തന്നെ അരിച്ചെടുക്കുവാണ്. ഇനി നല്ലവണ്ണം വെള്ളം തോർത്തിയെടുക്കണം. തണുത്തിട്ടാണെങ്കിൽ നല്ലവണ്ണം ഈസി ആയിട്ടൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ചൂടാണ്, കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊരു പരന്ന പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഞാനിത് രാത്രി മുഴുവൻ അനക്കാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇത് ഞാൻ എടുത്ത് നോക്കുവാണ്. ഇപ്പോൾ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.